ഹായ് അസ്സലാമലൈക്കും അമ്മമാരെ മക്കളെ എന്നെ മനസ്സിലായോ? ഷാഫിദ വ്ലോഗ് ചാനൽ പോയി. ഞാൻ പുതിയൊരു ചാനൽ എടുത്തിരിക്കുകയാണ് മക്കളെ. പുതിയൊരു ചാനൽ ഷാഫീസ് വ്ലോഗ് എടുത്തിരിക്കുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് 2000 സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ആ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയ ചാനൽ എനിക്ക് 113 സബ്സ്ക്രൈബ് ഇതുവരെ കിട്ടി. നിങ്ങൾ ഓരോരുത്തരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്ത് പഴയതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പഴയതിലും മെച്ചമായിട്ട് എനിക്ക് ഈ ചാനൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമായ സപ്പോർട്ട് വേണം. ഇപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് റെഡിയാക്കുകയാണ്. കാപ്പി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് എന്താ നോക്കുക, സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, കടുക് എല്ലാം ഇട്ട് ഉള്ളി ഇങ്ങനെ വാട്ടി വരികയാണ്. ഇതെന്താണെന്ന് നമുക്ക് കാണാം. വീഡിയോസ് സ്കിപ്പ് ചെയ്താൽ കാണണം. എൻ്റെ ചാനൽ പോയത് വളരെ വിഷമമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്കൊപ്പം നിൽക്കണം. നിങ്ങളുടെ ഒറ്റ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഒരു പരിപാടിയാണ്, പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ കാണുന്നത് മൈദ മാവാണ്. ഈ സൈഡിൽ കാണുന്നത് ഗോതമ്പ് മാവാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളമെല്ലാം ചേർത്ത് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. എന്നെ നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തത്. കുരുമുളക് പൊടി ഇല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇതെൻ്റെ വീഡിയോസ് എന്താ വെച്ചാൽ എൻ്റെ നാച്ചുറലായ വീഡിയോസാണ്. ഞാൻ ഇത് പ്രത്യേകിച്ചൊന്നും ഒരു വീഡിയോസായിട്ടും എത്രയൊക്കെ ഇമ്പവും ആഡംബരമായിട്ടൊന്നും കാണിക്കുന്നില്ല. എൻ്റെ നാച്ചുറലായിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ഫുഡാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളതുകൊണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത് കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. ഇതൊന്ന് വെള്ളത്തിൽ കൂടെ കിടന്നൊന്ന് റെഡിയായി വരട്ടെ. ഇതിനകത്ത് എന്താണ് ഇടുന്നതെന്നും കൂടെ നോക്കണം. വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കണ്ടാലേ അത് എന്തിനു വേണ്ടിയാണ് ഇത് ഈ അരപ്പ് റെഡിയാക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളെ അരപ്പ് കറി റെഡിയായിട്ടുണ്ട്. മുട്ടക്കറിയാണ്. ഇപ്പോൾ ഗോതമ്പ് മാവും ആട്ടമാവും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഏതിലില്ല ചുടുന്നതും കൂടെ കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എൻ്റെ ചാനൽ പോയി, എൻ്റെ 2000 സബ്സ്ക്രൈബ് പോയി. ഇനി നിങ്ങൾ വേണം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മൾ ആട്ടമാവും ഗോതമ്പ് മാവും കൊണ്ട് എന്താണ് ഇതാ ചെയ്യുന്നതെന്ന് കാണിക്കാം. കണ്ടോ, പരത്തി കൈവച്ച് കുഴച്ച് കൈവച്ച് തന്നെ പരത്തിയാലേ ശരിയാവും. സ്പൂണൊന്നും ഇല്ലാതാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളാ മുട്ടക്കറി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടാൽ പെട്ടെന്നൊക്കെ ഒരു പൊറോട്ടയുടെ ഒരു ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കാപ്പി കുടിയുടെ ആഹാരം റെഡിയായിട്ടുണ്ട്. ആട്ടാമാവും
പിന്നെ ഗോതമ്പ് മാവും മൈദ മാവും മിക്സ് ചെയ്ത് 2 മതി. ഞങ്ങൾ ഇക്കായ്ക്കാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞാനിത് പിന്നീട് ചൂടോടെ ചുട്ട് കഴിക്കാമെന്ന് വെച്ച് ചുട്ടില്ല. 2 അത്യാവശ്യം ഇക്കായ്ക്ക് മാത്രം ആക്കി വെച്ച്. അപ്പോൾ നമ്മൾ മുട്ടക്കറി ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പഴയ ചാനലിൽ പോയി ഇനി നിങ്ങളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പഴയതിലും മെച്ചമായിട്ട് നിങ്ങൾ എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ താങ്ക് യു മക്കളെ.